സ്കൂൾ സമയം കഴിഞ്ഞിട്ട് കാലം കുറേ അയച്ചാലും ചില സമയത്ത് ഞാനത് വല്ലാതെ മിസ് ചെയ്യും കേട്ടോ. അത് ചിലപ്പോൾ ഭക്ഷണങ്ങളാവും, അല്ലെങ്കിൽ അന്ന് ആരെങ്കിലുമൊക്കെ അടിച്ചു വന്നിട്ടുള്ള ആ ഒരു സ്പ്രേയുടെ മണമാവും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് വല്ലാതെ ആ ഒരു സമയത്തേക്ക് കടന്നു പോകും. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 9ഉം 10ഉം പഠിക്കുന്ന സമയത്ത് ട്യൂഷന് ചേർന്നിട്ടുണ്ടായിരുന്നു. അത് രാവിലെ തിങ്കൾ വെള്ളി മുതൽ രാവിലെ ആയിരിക്കും ട്യൂഷൻ. അതായത് ഏർലി മോർണിംഗ് 7 മണി ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും, 7:30 ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും ട്യൂഷൻ. ശനി ഞായറും ദിവസങ്ങളിൽ 9:30 മുതൽക്ക് 12 മണി വരെ അങ്ങനെയൊക്കെയാണ് ട്യൂഷൻ ഉണ്ടാവുക. അപ്പോൾ ഈ ശനി ഞായർ ദിവസങ്ങളിൽ ഞങ്ങൾ എന്തെങ്കിലും ഒരു പോക്കറ്റ് മണി പോലെ എന്തെങ്കിലും കൈ പിടിക്കും. കാരണം 2 രൂപയോ 5 രൂപയോ, അന്ന് 5 രൂപയ്ക്കൊക്കെ കുറച്ചധികം സാധനങ്ങൾ കിട്ടും. അപ്പോൾ അതൊക്കെ കൈ പിടിച്ചിട്ടായിരിക്കും പോന്നിട്ടുണ്ടാവുക. അപ്പോൾ ഞങ്ങളുടെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് 12 മണിയാകുമ്പോൾ ഓൾറെഡി ഞങ്ങൾ വിശന്നിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഈ ഉപ്പിലിട്ട നെല്ലിക്ക വാങ്ങിക്കും. കാരണം അവിടെ എനിക്ക് ആ ഒരു സ്കൂളിൻ്റെ ആ ഒരു പരിസരത്ത് കൂടുതൽ ഈ ഉപ്പിലിട്ട നെല്ലിക്ക മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. വേറെ അങ്ങനെ കൂടുതലൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അത് വാങ്ങിക്കും. എല്ലാവരും ഒന്നല്ല വാങ്ങിക്കുക. ഞങ്ങൾ 4 ഫ്രണ്ട്സാണ്, 4 ആൾ 4 തരത്തിലുള്ളത് വാങ്ങിക്കും. ചില ആൾക്കാർ കടല വാങ്ങിക്കും, ചില വേറെയുള്ള മിഠായികൾ വാങ്ങിക്കും, ഒരാൾ ഈ ഉപ്പിലിട്ട നെല്ലിക്ക വാങ്ങിക്കും. എന്നിട്ട് ഞങ്ങൾ ഷെയർ ചെയ്തിട്ടാണ് നടക്കുക. ഞങ്ങൾക്ക് കുറച്ച് ലോങ് ആണ്. ആറ്റാശ്ശേരിയിൽ നിന്ന് കുണ്ടൂർക്കുന്നാണ് ട്യൂഷൻ. ആറ്റാശ്ശേരിയിൽ നിന്ന് കുണ്ടൂർക്കുന്നത്തേക്ക് കുറച്ച് ലോങ് ആണ്. 3-3.5 കിലോമീറ്ററോളം വഴിയുണ്ട്. അവിടേക്ക് എത്തുന്ന വരെ ഇതൊന്നും ഇത് കഴിക്കാണ്ടാവില്ല. പക്ഷേ കുറച്ച് സമയം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ടും കൂടെ ഷെയർ ചെയ്യും. പിന്നെ കുറേ നമ്മളിങ്ങനെ ഓരോന്ന് സംസാരിച്ചിട്ടാണ് പോരുക. അപ്പോൾ അതൊക്കെ വല്ലാതെ മിസ് ചെയ്യും കേട്ടോ ചില സമയത്ത്. അപ്പോൾ എനിക്ക് ഇന്ന് ഈ പൈനാപ്പിൾ കിട്ടിയ സമയത്തും അത് കുറച്ച് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കഴിച്ച സമയത്ത് എനിക്ക് ആ ഒരു സമയം ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുട്ടികളോട് ഇങ്ങനെ പറയുമായിരുന്നു, ഞങ്ങൾ പണ്ട് ഇങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെയാണല്ലേ, ചില ഒരു മണോ അല്ലെങ്കിൽ ചില ഭക്ഷണങ്ങളൊക്കെ കഴിച്ചാൽ പെട്ടെന്ന് നമുക്ക് പണ്ടത്തെ ആ ഓരോരോ കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരും.